ഹലോ, ക്രിസ്മസൊക്കെ ആയിട്ട് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞാൻ അതിൻ്റെ പണിത്തിരക്കിലാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് 2-3 കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ട്. പിന്നെ ഉണങ്ങിയ ഓല, കാർഡ്ബോർഡ് ബോക്സ് വെട്ടി വീടിൻ്റെ ഷേപ്പിലാക്കി അതിൻ്റെ പുറത്തൂടെ ഉണങ്ങിയ ഓലകൾ ഒട്ടിച്ചു കൊടുത്തു. ഇത് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ എനിക്ക് ഇതുപോലെ ചെയ്യാനായിട്ടൊരു ഐഡിയ കിട്ടിയത്. ഇനി ഉണ്ടാക്കുന്ന ഒരു തൊഴുത്താണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചുള്ളിക്കമ്പ് വെച്ചിട്ട് കെട്ടി. അതിന് ശേഷം അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ തൊലിയില്ലേ, ഉണങ്ങിയ മരത്തിൻ്റെ തൊലി അത് വെച്ച് ഒട്ടിച്ചു. പിന്നെ അതിന് ശേഷം സൈഡിൽ ഉണങ്ങിയ ഓല തന്നെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അതങ്ങനെ ഫുള്ള് ഒട്ടിച്ച് അത് ശരിയാക്കി വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി തുടങ്ങി. ഫ്രണ്ടിൽ ഒരു മേശ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയൊരു കാർഡ്ബോർഡ് പെട്ടിയുടെ അത് വിടർത്തിയിട്ടു. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറേ പേപ്പറൊക്കെ ചുരുട്ടി മലകൾ പോലെ ഉണ്ടാക്കി കേട്ടോ. പൊന്നുമാണ് കേട്ടോ അതിന് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ തുണി എടുത്തിട്ട് അത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മുക്കിയിട്ട് അത് അതിൽ വിരിച്ചിട്ടു. എന്നിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെ കുറച്ച് കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചുള്ളിക്കമ്പൊക്കെ കുത്തി വെച്ചു. പിന്നെ അത് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച വീടും ആ തൊഴുത്തും കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ പഞ്ഞിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സൈപ്രസിൻ്റെ കമ്പുകളും സൈഡിലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൊഴുത്തിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്നത് മരം വെട്ടിയതിൻ്റെ പൊടിയാണ്. എന്നിട്ട് നമ്മൾ മാതാവിനെയും ഔസേപ്പിതാവിനെയും മാലാഖിനെയൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ എല്ലാ സ്റ്റാച്യൂസും അതുപോലെ തന്നെ ആടുകളെയും എല്ലാം ആട്ടിടയന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. ലൈറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്